ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ള ഒരു കിഡിലെ പൈനാപ്പിൾ കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഈ കേക്ക് നല്ല ടേസ്റ്റിയാണ്, അതുപോലെ തന്നെ ഭയങ്കര സിമ്പിളാണ്. നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു കേക്കാണിത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമുക്ക് ഈ ടേസ്റ്റി ആയിട്ടുള്ള കേക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ആദ്യം തന്നെ ഒരു കപ്പ് മൈദ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, ഒരു നുള്ളുപ്പ്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് നമുക്കൊരു 3 പ്രാവശ്യം അരിച്ചെടുക്കണം. 3 പ്രാവശ്യം അരിക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ആവാനും അതുപോലെ തന്നെ നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റ് ആവാനും വേണ്ടിയിട്ടാണ്. നമ്മളിത് 3 പ്രാവശ്യം അരിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെക്കാം. നമ്മളിപ്പോൾ 3 മുട്ടയുടെ വെള്ളയും മഞ്ഞയായിട്ട് സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ വെള്ളം നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ബീറ്റർ ഉപയോഗിച്ചാണ് ബീറ്റ് ചെയ്യുന്നത്. ബീറ്ററിൽ നിന്നാണെങ്കിൽ വിസ്ക് വെച്ച് ബീറ്റ് ചെയ്യാം, അതല്ലെങ്കിൽ മിക്സീൻ്റെ ജാറിലിട്ടിട്ടൊന്ന് കറക്കിയെടുത്താൽ മതി. മുട്ടേൻ്റെ വെള്ളം ആഡ് ചെയ്യുമ്പോൾ മുട്ടേൻ്റെ മഞ്ഞയിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് മുട്ടേൻ്റെ വെള്ളയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് പഞ്ചസാര പൊടിച്ചത് കുറച്ചായിട്ട് ചേർത്തിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ഒഴിച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്താൽ മതി, ഒരുപാട് ബീറ്റ് ചെയ്തത്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വെച്ച് ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ചായിട്ട് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് പൈനാപ്പിളിൻ്റെ ഒരു ഫ്ലേവർ കിട്ടാനായിട്ട് കുറച്ച് പൈനാപ്പിൾ ജ്യൂസിലേക്ക് കുറച്ച് പഞ്ചസാരയും ചേർത്ത് ഒന്ന് ജസ്റ്റ് കുറുക്കിയെടുത്താണ്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതൊരു കേക്ക് ടീനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കേക്ക് ടീനിൽ ഇപ്പോൾ ഞാൻ ബട്ടർ പേപ്പർ വെച്ച് ഗ്രീസ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇപ്പോൾ കളറില്ല എന്നാണെങ്കിൽ കുറച്ച് യെല്ലോ കളറും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ ബാറ്റർ മൊത്തം കേക്ക് ടീനിലേക്ക് ഒഴിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് 10 മിനിറ്റ് മുമ്പേ പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പാത്രത്തിലേക്ക് വെച്ചിട്ട് ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ ബേക്കായി വന്നിട്ടുണ്ട്. നമുക്ക് ഈ കേക്ക് ബേക്കാവാൻ എടുത്ത സമയം എന്ന് പറയുന്നത് 40 മിനിറ്റ് ആണ്. നല്ല സോഫ്റ്റ് ആണ് കേക്ക്. ഇനി നമുക്കിതൊന്ന് ലെയർ ചെയ്തെടുക്കാം. നമ്മളെപ്പോഴും കേക്ക് സോക്ക് ചെയ്യാറ് ഷുഗർ സിറപ്പ് വെച്ചിട്ടാണ്. പക്ഷേ ഇന്ന് പൈനാപ്പിൾ കേക്ക് ആയതുകൊണ്ട് ആ ഒരു ടേസ്റ്റ് വരാനായിട്ട് നമ്മൾ പൈനാപ്പിൾ ജ്യൂസ് ഒഴിച്ചിട്ടാണ് സോക്ക് ചെയ്യുന്നത്. ലെയർ ചെയ്ത് വെക്കുന്ന കേക്കിൽ നമുക്ക് പൈനാപ്പിൾ ജ്യൂസ് ഒഴിച്ച് സോക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി കേക്ക് ബോർഡിലേക്ക് കുറച്ച് ക്രീം അപ്ലൈ ചെയ്യാം. നമ്മൾ ഈ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന കേക്കിലേക്ക് ഇനി ആഡ് ചെയ്തത് പൈനാപ്പിളിൻ്റെ ക്രഷാണ്. ഇത് ഹോം മെയ്ഡ് ക്രഷാണ്. ക്രീം അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ ഈ ക്രഷ് ഇതിൻ്റെ മുകളിലേക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് അടുത്ത ലെയർ എടുത്ത് വെച്ച് കൊടുക്കാം. നമുക്ക് ഇതിൻ്റെ പുറത്തും പൈനാപ്പിൾ സിറപ്പ് ഒഴിച്ച് സോക്ക് ചെയ്യാം. ഇനി നമുക്ക് ഇതിലേക്ക് ക്രീം അപ്ലൈ ചെയ്യാം. ഇപ്പോൾ നമ്മൾ മൊത്തം ക്രീമും കൊണ്ട് കവർ ചെയ്തിട്ടുണ്ട്. ക്രീം കോട്ടാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മളിതൊന്ന് ഡിസൈൻ ചെയ്യണം. ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് യെല്ലോ കളറ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ജസ്റ്റ് ഒന്ന് ചുറ്റിച്ച് ഒരു റോസ് പോലെ ആക്കിയെടുക്കാം. നമ്മളിപ്പോൾ കേക്കിൽ ഫുള്ള് അതുപോലെ റോസസ് ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കാം. നാളെ ആകുമ്പോഴത്തേനും നല്ല ടേസ്റ്റാവും. അപ്പോൾ അടുത്ത ദിവസമായിട്ടുണ്ട്. നമുക്കിതിനെ ഒന്ന് മുറിച്ച് നോക്കിയാലോ. ഇപ്പോൾ ഞാനൊരു പീസ് മുറിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ. അടിപൊളിയായിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ് കേട്ടോ. നമ്മൾ ഇതിലിട്ട ഫില്ലിങ്ങിൻ്റെ ഒരു സ്പെഷ്യൽ ടേസ്റ്റാണ്. പിന്നെ പൈനാപ്പിളിൻ്റെ ഒരു ചെറിയ പുളിയും ഒക്കെ കൂടി അടിപൊളിയാണ്. നമ്മൾ പൈനാപ്പിളിൻ്റെ ജ്യൂസൊക്കെ വെച്ചിട്ട് നല്ലൊരു പൈനാപ്പിളിൻ്റെ ഫ്ലേവറും കിട്ടുന്നുണ്ട്. നല്ല ടേസ്റ്റിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ആരും മറക്കരുത് കേട്ടോ ട്രൈ ചെയ്യാനായിട്ട്. പിന്നെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ.
ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബായ്.